അപ്പോൾ ഹലോ ഗായ്സ്, MCFFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയൺ ഫാമാണ്. അയൺ ഫാം അവിടെയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കും നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് തുടങ്ങിയാലോ? പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വില്ലേജ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ അയൺ ഫാമിന് ഏറ്റവും കൂടുതൽ വേണ്ട വില്ലേജേഴ്സിനെയാണ്. നമുക്ക് കുറേ വില്ലേജേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ വില്ലേജസ്, പണിയില്ലാത്ത വില്ലേജസ് ഇഷ്ടം പോലെ ഉണ്ട്. ഉള്ളിലുള്ളവന്മാർ അവന്മാരാണ് ബ്രീഡ് ചെയ്തിടുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഒലിച്ച് പോയിട്ട് അങ്ങോട്ട് വീണോളും. നമ്മൾ അത് കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങോട്ട് വീഴുന്ന സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവിടം വരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓഫ് ക്യാമറ സെറ്റ് ചെയ്തതാണ്, അവിടെ സ്ഥലം അതുകൊണ്ടാണ് നമ്മളത് സെറ്റ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ട്, അത് ചെക്കൗട്ട് ചെയ്യുക. അതിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നെല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് അയൺ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള റിസോഴ്സസ് ഞാൻ കുറച്ചൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊന്നുമില്ല. എത്രയാണെന്ന് വെച്ചാൽ നോക്കട്ടെ. നമുക്ക് കുറേ കല്ല് വേണം, ഫെൻസ് ഉണ്ടാക്കണം കല്ലിൻ്റെ, അതൊക്കെ വേണം. അതുകൊണ്ട് നമ്മൾ അതിനായിട്ടുള്ള കുറച്ച് കല്ല് നമുക്ക് എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആവശ്യമുള്ള വില്ലേജസ് വന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് വീടിനല്ല അയൺ ഫാമിന് ആവശ്യമുള്ള സാധനമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത്ര പോരാ, ഇത് ജസ്റ്റ് ഇച്ചിരി മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, ഫ്ലിൻറ്റ്. ഇതെങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലിൻറ്റ് ഇല്ല എൻ്റെ കയ്യിലുള്ള, ഇത് ക്രിയേറ്റീവ് ഒന്നല്ല എടുത്തത്, 6 സ്റ്റാക്ക് 4 എണ്ണം. അത് എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു, 2 സ്റ്റാക്ക് ഫ്ലിൻറ്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ മേലോട്ട് ഇങ്ങനെ വെച്ച് പോയിട്ട് ഈ ശവലം കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് വരും. ഇങ്ങനെ പൊട്ടിച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലിൻറ്റ് കിട്ടും. അങ്ങനെയാണ് ഫ്ലിൻറ്റ് കിട്ടുക. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നെയാണ്. ഈ ഗ്രാവൽ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടാണ് ഫ്ലിൻറ്റ് ഉണ്ടാക്കുക. അങ്ങനെയാണ് ഞാൻ ഫ്ലിൻറ്റ് ഉണ്ടാക്കിയത്. ഞാൻ എന്തായാലും ഇവിടെ വെച്ചേക്കുന്നുണ്ടാ, ഇവിടുന്നാണ് ഞാൻ നേരെ മേലോട്ട് പോയി കൊണ്ടിരുന്നത്. നമ്മൾ ഫുള്ള് പൊട്ടിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ പൊട്ടിക്കുമ്പോൾ ഫ്ലിൻറ്റ് കിട്ടും. ഫ്ലിൻറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. അങ്ങനെയാണ് ഫ്ലിൻറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. അതവിടെ ചോരുന്നുണ്ട് വീട് ഓട്ടോളച്ച് വെച്ചിട്ട്. വീട് ചോർച്ച, വീട് പണിയാനുള്ള പൈസ ഇല്ലാന്ന്. അതൊന്നും ചെയ്യില്ല. നിങ്ങളെന്തായാലും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇനിയും വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് അയൺ ഫാം അങ്ങ് ഉണ്ടാക്കാൻ പോകണം. അതിന് കുറച്ച് റിസോഴ്സസ് വേണം. ഞാൻ എന്തായാലും എൻ്റെ റിസോഴ്സസ് എല്ലാം ഇവിടെ വെച്ചിട്ട് ഇതൊന്നല്ല, ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് പോകാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് കല്ലെടുക്കണം. ആ കല്ലിൻ്റെ കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി. കല്ല് അത്യാവശ്യം ഞാൻ മറന്നുപോയി, എങ്ങനെയൊന്ന് മറന്നുപോയി. ഫുഡ് ഉണ്ടാക്കണം, കല്ല് കുറച്ച് അത്യാവശ്യമായിരുന്നു, നമ്മളങ്ങ് ശ്രദ്ധിച്ചില്ല കല്ലിൻ്റെ കാര്യം. ഫുഡ്, പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. പകുതി പേരും സബും ലൈക്കും ചെയ്യാണ്ടാണ് വാച്ച് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് വീഡിയോ ഇടായിരുന്നു. എന്തായാലും നിങ്ങൾ നല്ല സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇനിയും വീഡിയോ വരും. എന്തായാലും ഇവിടുന്ന് കുറച്ച് കല്ലെടുത്തിട്ട് അപ്ഡേറ്റ്. നമ്മളെന്തായാലും ആവശ്യത്തിനുള്ള കല്ലെടുത്തിട്ടുണ്ട്. 2 സ്റ്റാക്കിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ വെക്കാം. നമുക്ക് ഈ കല്ല് വെച്ച് ഇത് കുറച്ചധികം 50 എണ്ണം വേണ്ട വരും. എന്താണെന്ന് വെച്ചാൽ അത് അത്യാവശ്യമാണ്, ആവശ്യമുള്ളതാണ് അത്. പിന്നെ പിന്നെ പ്രത്യേകിച്ച് ശവല് എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വേണം. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ നിൽക്കരുത്. അതാണ് എൻ്റെ അടുത്ത് തന്നെ പറയാനുള്ളത്. പിന്നെ ഒരുക്കുന്ന സാധനം വേണമെങ്കിൽ എടുത്തേക്കാം. ബക്കറ്റിന് ചിലപ്പോൾ ഇരുന്നിട്ട് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അതാണ് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. പിന്നെ ഈ സാധനം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ച് എന്താ യൂസ്. ഇതിനകത്തും കുറച്ചുണ്ടല്ലോ, ഇതും കൂടി ഇരിക്കട്ടെ. പിന്നെ കട്ടിൽ ഗൈസ്, മോസ്റ്റ് ഇമ്പോർട്ടബിൾ സാധനം ഇല്ല ഗൈസ്.
എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് 20 കട്ടിൽ വേണം. ഇപ്പം എൻ്റെ അടുത്ത് എത്ര കട്ടിലുണ്ട്? 1 2 3 4 5 6 7 8 9 10 കട്ടിലേ ഉള്ളൂ ഗൈസ്. ഇനിയും 10 കട്ടിൽ വേണം ഗൈസ്. നമ്മളെന്തായാലും 10 കട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ വേണം. നമ്മൾക്ക് ഈ ആടിനെയും കൊണ്ടൊക്കെ 10 കട്ടിലെടുക്കാൻ പറ്റും ഗൈസ്. നമ്മൾ കുറച്ച് നേരം കഷ്ടപ്പെട്ട് 20 ബെഡാക്കിയിട്ടുണ്ട്. കറക്റ്റ് 21 ബെഡാക്കിയിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പാടായിരുന്നു. എന്തായാലും 21 ബെഡാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുകയാണ്. എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വന്നാലേ എടുക്കേണ്ട വരും. പിന്നെ ഒരു വുഡൻ ചെസ്റ്റും എടുക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ രണ്ടും കളക്ട് ആവാനുള്ള സ്ഥലമില്ല. 2 ശവല് വെക്കാം. അയ്യോ ബെഡ് വെക്കല്ലേ. ഓക്കെ, നമുക്ക് ഇതങ്ങ് എടുക്കാം. ഒരു ശവല് മതിയായിരിക്കും. മണ്ണ് കുറച്ച് അടിയിലേക്ക് കുഴിക്കാനുണ്ട് ഗൈസ്. അതിന് നമുക്ക് 2 ശവല് വേണ്ടി വരും. അതിനിപ്പോൾ എന്ത് കളയും? കളയാനിപ്പോൾ ഒന്നും ഇല്ലല്ലോ. ക്രാഫ്റ്റ് ടേബിൾ തന്നെ. അല്ല വേണ്ട, ആക്ഷൻ കളയാം. ഹെൽത്ത് പറഞ്ഞ ആക്ഷൻ എന്തിനാപ്പം. ഓക്കെ, അപ്പം നമ്മൾ അയൺ ഫോം അവിടെ ഇങ്ങനെ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഇതൊന്നും പോരാ. ശവല ഇതൊന്നും തികയില്ലാന്ന് ഉറപ്പാണ്. അയ്യോ ബക്കറ്റ്. അതിൻ്റെ അടുക്ക് ഒരു കാര്യം കണ്ടു ഗൈസ്. നമ്മുടെ സോംബി ഫാമിൽ സോംബി വന്നിരിക്കുന്നു ഗൈസ്. ഓ ഗൈസ്, നമ്മുടെ സോംബി ഫാം ഇപ്പോൾ ഏകദേശം വർക്കിംഗ് ആണ്. അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെയാണ് അയൺ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ക്ലീനാക്കാനുണ്ട്. ക്ലീനാക്കുന്നത് സിമ്പിളാണ്. ഇതുണ്ടോ, നമ്മുടെ വില്ലേജ് ഫാമിൻ്റെ കുറച്ച് ഇപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്റ്റാക്ക് അനുസരിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ തന്നെ നൈറ്റായി ഗൈസ്. ബെഡ് ഇവിടെ തന്നെ കിടന്നുറങ്ങാം. നമുക്ക് 21 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബെഡ് എക്സ്ട്രാ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഓക്കെ, രാവിലെ ആക്കിയിട്ടുണ്ട്. റീസ്പോൺ അവിടെ നിന്നോട്ടെ, സീനില്ല. ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ ഇത്ര ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയും ക്ലീൻ ആക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് 5 ബ്ലോക്ക് അങ്ങോട്ട്, 5 ബ്ലോക്ക് ഇങ്ങോട്ട്, 5 ബ്ലോക്ക് ഇങ്ങോട്ടാക്കണം. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. അയ്യോ 1 തെറ്റാണല്ലോ. ഓക്കെ, 5 ആയിരിക്കും വരിക. കണ്ടോ, ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ബ്ലോക്കിലൂടെ വരാൻ പാടില്ല. ഇനി അടിയിലേക്ക് നമ്മൾ ഇതും കൂടി കൂട്ടി 6 കുഴിയാന്ന് തോന്നുന്നു. 6 കുഴി എടുക്കണം. 1 ഇവിടെ ഒരു കുഴി എടുത്തു ഓൾറെഡി. ഇത് ഇനി 5 കുഴി അടിയിലേക്ക് എടുക്കണം. 1 ഇപ്പോൾ 2 എണ്ണം എടുത്തു. 3 4 5. ഓക്കെ, ഇതിനി ഇങ്ങനെ ഫുള്ള് ക്ലീൻ ആക്കണം ചുറ്റിനും. കല്ലൊന്ന് ക്ലീൻ ആക്കുകയാണെങ്കിൽ മണ്ണ് വേഗം ക്ലീൻ ആക്കാൻ പറ്റും. കല്ലായിരുന്നു കൂടുതൽ. നമുക്ക് പിക്കാക്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓർത്തില്ല. ഇതിൻ്റെ എവിടെ എൻ്റെ വരുന്നതെന്ന് മനസ്സിലാവുന്നല്ലോ. നമ്മളിത് അവിടെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് കല്ല് അത്യാവശ്യം കിട്ടി. ഇനിയും കല്ലെടുക്കേണ്ടി വരുന്നത്. നമ്മൾ മേലോട്ട് പോയിട്ട് നമ്മുടെ ബെഡൊക്കെ തിരിച്ചെടുത്തുകൊണ്ടിരണം. ഫുൾ ബെഡ് തിരിച്ചെടുത്തുകൊണ്ടിരണം. ഇനി ബെഡിലാണ് കളി. 1 2 3 എണ്ണമായി. 4 5 6 7 8
9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. 21 എന്തിനാന്ന് വെച്ചാൽ ആവശ്യം വരും. ചിലപ്പോൾ അങ്ങനെ ആവശ്യം വന്നാലും അങ്ങനെ എടുത്തിട്ടുണ്ട്. 21 ബെഡ്. പശു വീട് അയൺ ഫാം ഓളാക്കാനായിട്ട് ഓരോരുത്തന്മാർ വന്നോളൂ. ഓക്കെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മളിവിടെ ബെഡ് അങ്ങ് പ്ലേസ് ചെയ്യണം. എല്ലാം എടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ നോക്കാം. ഓക്കെ, രണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം. അല്ലല്ലോ ഒരു പേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കല്ലെടുത്ത് ഇവിടെ ഇങ്ങനെ ഓക്കെ ഇവിടെ ഒരു കട്ടിൽ ഇവിടെ ഒരു കട്ടിൽ നൈറ്റായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെ ഇത്ര ഗ്യാപ്പ് വരേണ്ടതല്ലല്ലോ ഗൈസ്. ഒരു കട്ട ഗ്യാപ്പ് വരണ്ട ഗൈസ്. ചെറുങ്ങനെ എവിടെയൊന്നും മിസ്റ്റേക്ക് പറ്റി എല്ലാം പൊട്ടിച്ചളാണ്. ഒരു ഗ്യാപ്പ് വരാൻ പാടുള്ളൂ. എവിടെയോ എന്തൊരു തകരാറ് പോലെ ഇത്ര വരാൻ പാടുള്ളൂ. ഈ മൂന്നാമത്തെ ലെയർ അങ്ങ് കെട്ടിപ്പൊക്കണം. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് വരേണ്ടത്. നടുക്കൊരു ഹോളേ വരാൻ പാടുള്ളൂ. ഉണ്ടാക്കിയാൽ എവിടെയോ എന്തൊരു മിസ്റ്റേക്ക് വന്ന്. ഓക്കെ ബാക്കി കട്ടിൽ എന്തിനാന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കണം. ഇത് തികയോ ഗൈസ്? കട്ടിൽ കുറവാണെന്ന് തോന്നുന്നു. 20 ഗൈസ് കട്ടിലിന് വന്നിട്ട് ഞാൻ 20 ഉണ്ടാക്കിയോ. കട്ടിൽ പൊട്ടിക്കാൻ പാടായിരുന്നു. ചെറുങ്ങനെ ഒന്ന് പണി കൊടുക്കേ. നമ്മൾ സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ ഇരിക്കുക, ആ കട്ടയിൽ ആ പ്ലസ് വെച്ചിട്ട്, അയ്യോ ബെഡിൽ വെക്കാൻ പാടില്ല. കറക്റ്റ് ആ കട്ടയിലങ്ങ് പ്ലസ് വെച്ചിട്ട് നമ്മൾ കട്ട മാത്രം, ബെഡ് പൊട്ടാണ്ട് കട്ട മാത്രം സെറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെയും ഇങ്ങനെ ബെഡ് അങ്ങ് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ബെഡ് അങ്ങ് വെച്ച് കൊടുത്താണ് മതി. അപ്പുറത്ത് ഇതുപോലെ ചെയ്യണം. അപ്പുറത്തും കൂടി ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനിയും നമുക്ക് 1, 2, 3, 4 കട്ടിൽ വേണം. മേളിൽ മിനിമം 5 കട്ടിലിടാൻ പാടുള്ളൂ. നോക്കട്ടെ 5 തന്നെയാണോ? എനിക്കെന്നെ കാണാൻ പറ്റുന്നില്ല. 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 2 കട്ടിൽ വേണ്ട ഗൈസ്. എന്തോ 6x6 ആയിന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ കറക്റ്റാണ് കട്ടിൽ, പക്ഷേ 6x6 ആയി. നമ്മൾ ഉണ്ടാക്കിയതിൽ എന്തോ തകരാറുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം കല്ലിങ്ങനെ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം അവിടെ 2 ഇവിടെ 2 കല്ല് വരുമ്പോൾ ഈ നടുഭാഗത്ത് ഇങ്ങനെ ഒരു കല്ല് വെക്കുക. ആ സൈഡിലൊരു കല്ല്, ഈ സൈഡിലൊരു കല്ല്, ഈ സൈഡിലൊരു കല്ല്, അവിടെ ഒരു കല്ല്. ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇനി നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെയെങ്കിലും ഒന്ന് വെക്കണം. ഇവിടെ വെക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ പൊളിച്ച് മാറ്റേണ്ടതാണ്. ഇപ്പോൾ യൂസ് ഇല്ല. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വില്ലേജേഴ്സിന് പണി കൊടുക്കുന്ന സാധനമാണ്. അവന്മാർക്ക് ജോബ് കിട്ടും. ഇത് 11 അല്ല, 11 തികയില്ലാന്ന് തോന്നുന്നു. 13, 14 തികയെന്ന് തോന്നുന്നു. വുഡ് തീർക്കണ്ട. നമ്മളിനി ഈ വരുന്ന ഗ്യാപ്പിൽ ഫുള്ള് ഇത് ഫിൽ ചെയ്ത് കൊടുക്കണം. അവന്മാർ ഇപ്പോഴേ അവിടെ നിന്ന് പണിയെല്ലാം എടുത്ത് കാണും. മിനിമം എത്ര ദൂരമല്ലേ ഉള്ളൂ. അവന്മാർ ഇതായിട്ട് ജോയിൻ ആയിട്ടുണ്ടാവും. നമുക്ക് ബാക്കി വരുന്ന വില്ലേജേഴ്സിനെയൊക്കെ തട്ടിക്കളാണ്. എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ പണി മുടങ്ങും. അവന്മാരെങ്ങാനും നമ്മൾ കൊണ്ടുവരാത്ത വില്ലേജേഴ്സ് പണിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ളവന്മാർക്ക് പണി കിട്ടൂല. ഇനിയും കുറച്ചെണ്ണം വേണമല്ലോ. നമ്മൾ എടുക്കുവാണ്. നിങ്ങൾ സെറ്റ് ചെയ്യട്ടെ.
ഗൈസ് എന്തോ ഒന്ന് കുറവുണ്ടല്ലോ. ഫ്ലിൻ്റ് ഉണ്ട്, വുഡില്ല. ഒറ്റൊന്നും കൂടി വേണം. അതിന് എത്ര വുഡ് വേണം? ഇല്ല, അതാ ഒറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെ റീസ്പോൺ സെറ്റ് ചെയ്ത് എന്നെയും കൊണ്ട് തോറ്റല്ല. ഇവിടെ റീസ്പോൺ നോക്കണം, എന്നിട്ട് ഇതങ്ങ് ഓടിച്ചിടണം. ഓക്കെ, അപ്പോൾ റീസ്പോൺ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ 20 വില്ലേജസിന് എണ്ണിപ്പറക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം. അതാണ് ഇനി വരുന്ന ടാസ്ക്. ഓക്കെ, ഇനി വരുന്ന അതിൻ്റെ നടുക്കൊരു ടോർച്ച് വെക്കണം. ടോർച്ച് അയ്യോ ടോർച്ച് ഇല്ലേ, ടോർച്ച്. ഓക്കെ, ഒരു ടോർച്ച് എടുത്തിട്ട് നടുക്ക് വെച്ച് കൊടുക്കണം. ഇല്ല, അതിൻ്റെ ഉള്ളിൽ സോംബി സ്പോണാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ടോർച്ചും കൂടി എടുത്ത് നല്ല രീതിക്ക് സോംബി സ്പോണാവാത്ത വിധം സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ സോംബി സ്പോണായാൽ ഉള്ളിൽ ആകെ അയൺ ഫാം തീരെ വർക്കാണ്ടാവും. ഓക്കെ, നമുക്കിവിടെയും കൂടി ഇതും കൂടി പൊട്ടിച്ചിട്ട് ഇവിടെ അയ്യോ പൊട്ടിച്ചാൽ വായ്പയും. ഓക്കെ, ഇതും കൂടി പൊട്ടിച്ചാൽ വന്നിട്ട് അയ്യോ അത് പൊട്ടില്ല. ഓക്കെ, അത് പൊട്ടിയിട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ടോട്ടൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. മിക്കവാറും അവന്മാർ ഈ പണി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവും. ഇനി വേണ്ടത് മെയിനായിട്ട് ഒരു ബോട്ടിൽ 2 അവന്മാരെ നിർത്താൻ പറ്റും. അതുകൊണ്ട് നമുക്ക് മിനിമം ഒരു ബോട്ട് എടുത്താൽ ഒരുത്തനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കുറച്ചധികം ബോട്ട് വേണ്ട വരും. അപ്പോൾ കുറച്ചധികം ബോട്ട് ഉണ്ടാക്കി എൻ്റെ വള്ളിയും എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിപ്പോൾ. അപ്പോൾ ഗൈസ് നമ്മൾ 8 ബോട്ട് എടുത്തിട്ടുണ്ട്. 8 ബോട്ട് എൻ്റെ അടുത്ത് 8 സ്ട്രിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങ് 8 ബോട്ട് അങ്ങ് എടുത്ത് ഇനി 8 ബോട്ടും അങ്ങ് കണക്ട് ചെയ്യണം. 8 ബോട്ടിൽ ഈ 2 വീതം നമ്മളിവിടെ മാത്രം പൊടിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ബോട്ട് അങ്ങ് വെക്കുന്നു. ആരൊക്കെ കയറുന്നത് നോക്കണം. ആരെയും കയറൂ. ഒക്കെ ഒരുത്തൻ കയറി. 2 കയറിയുണ്ട്. ഞമ്മരെ ലിവർ ചെയ്ത് നമുക്ക് ഓക്കെ ജോലി സിമ്പിളായിട്ടാണെന്നുണ്ട്. നമുക്ക് ഇവന്മാർ പോകുന്നതിന് മുമ്പ് നമുക്ക് അടയ്ക്കണം ഇതിൻ്റെ മേൽഭാഗം. അയ്യോ, ഇവനെങ്ങനെ ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് തട്ടും? വാ ഉള്ളിലേക്ക് വീഴൂ. ഉള്ളിലേക്ക് വീണോ? ഓക്കെ, ഇനി ഉള്ളിൽ പോയി ഇനി ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിയെടുക്കണം. എടാ മാറിക്കിടാറ സോറടാ അടിക്കുന്നില്ല. ഇവന്മാരിനി ഏതെങ്കിലും ചത്ത തീർന്ന കാര്യം. അൺലോക്ക് വെക്കുമ്പോൾ ട്രേഡ് ആയിരുന്നു.
അവന്മാർ പുറത്തേക്ക് പോകാൻ. എടാ ഒന്നും മാറി താടാ. അത്രയുള്ളൂ. പൊട്ടി 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 പൊട്ടി. ഓക്കെ, 20 വില്ലേജേഴ്സിനെയും ഉള്ളിലേക്കാക്കി നമ്മൾ വിജയകരമായി നമ്മുടെ വില്ലേജേഴ്സിനെ കൊണ്ടിടുന്ന വലിയ ജോലി അങ്ങനെ തീർത്തിട്ടുണ്ട്. എൻ്റെ പൊന്നു, അതൊരു വല്ലാത്ത വലിയ ജോലിയായിട്ട്. അയ്യോ ഇവന്മാർ വീഴല് 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 വീഴ്. എടാ പ്ലീസ് എടാ വീഴലടാ. ഒരുത്തൻ അതിൻ്റെ ഉള്ളിൽ വീണ്. ഗായ്സ് ഞാൻ പിടിപ്പിക്കാനായിട്ട് ഇവന്മാരെ കൊണ്ട് തോറ്റല്ല. ഇനി അവന്മാരെ അതിൻ്റെ ഉള്ളിൽ ഇത്തിരി അടിച്ചു കൊല്ലൽ ചടങ്ങ. ഇവന്മാരെ ഇനി വില്ലേജേഴ്സിനെ തുപ്പുമാർ. അയ്യോ പണിവാളി. അയ്യോ ഇനി ഇവന്മാർ പുള്ളി എമറാൾഡ് കൊടുത്ത് എൻ്റെ സാധനം മേടിക്കും. കൊല്ലണം. മാറിക്കടാ കാട്ടി. ചാവും. ഒക്കെ ഒരുത്തൻ ചാത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവൻ തീർക്കണം. ഓഹോ കത്തി 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 പിന്നെ ഫസ്റ്റ് തീർക്കണം. അയ്യോ എൻ്റെ വില്ലേജസ് ഉണ്ടല്ലോ. എല്ലാം പാനിക്കായി. ഇനി രാത്രിയായ തീർന്നു. രാത്രി മൂഞ്ചി മാറിക്കല്ലാരും ഇവിടുന്ന്. എങ്ങനെ മേളിട്ട് കയറണം. മാറിക്കടാ. ഓക്കെ സീനില്ല രണ്ട് പാനിക്കായമാര്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാര് പേടിച്ചിട്ടുണ്ട്. സീനില്ല ഇവനെങ്ങനെയെങ്കിലും തീർത്താൽ നമ്മൾ. അയ്യോ ലാമ എന്നെ തുപ്പ്. കറക്റ്റ് എന്നെ തുപ്പ്. നീ തുപ്പാൻ പറ്റുമെങ്കിൽ എന്നെ തുപ്പ്. എൻ്റെ വില്ലേജേഴ്സിനെ തുപ്പരുത്. ഒന്നും മാറിയിട്ട്. ഓക്കെ ലാമേനെ തീർന്നുണ്ട്. ആ പണി അങ്ങനെ കഴിഞ്ഞിട്ട് ഇനി ഇവനെ അവന്മാരൊക്കെ ഇത് ഇവിടുന്ന് വരുന്നതാണ്. ഓക്കെ അവന്മാരെ തീർന്നുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും മേലോട്ട് ബിൽഡ് ചെയ്യണം. ഓക്കെ മാറിക്ക്. ഓക്കെ അങ്ങനെ ബിൽഡ് ചെയ്ത് കയറിയിട്ട്. ഓക്കെ ഇനി ഫുള്ളങ്ങ് അടക്കണം. ഒരുത്താൻ കൂടി അതിൻ്റെ ഉള്ളിൽ വീഴാൻ പാടില്ല. എല്ലാത്തിനും 20 എണ്ണത്തിന് കറക്റ്റ് ഇടാണ്ട്. ഇപ്പം തന്നെ കുറച്ച് ലോങ് ആയി വീഡിയോ. അങ്ങനെ ഇവന്മാരെല്ലാത്തിനെയും ഒടുവിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പണി വരാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 52 വാള് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് വെറുതെ വെക്കാൻ പാടില്ല. 1 2 3 ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ആയിട്ട് വെക്കണ്ടേ. ഇവിടെ ഇങ്ങനെ ആയിട്ട് വെക്കണം. ഇവിടെ നിന്ന് ഇനി 3 ഗ്യാപ്പ് വരണം. 1 2 3 ഇവിടെ വെച്ച് ഇങ്ങനെ യോജിക്കണം. ആ കല്ലം കുടിച്ചോളട്ടെ. ഇങ്ങനെ യോജിക്കണം. ഓക്കെ 3 എണ്ണം എന്ന് തോന്നുന്നത് വിചാരിക്കുന്നു. ഇനി ഇവിടുന്ന് വരുമ്പോൾ 1 2 3. ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ കട്ടിൽ പൊട്ടിക്കാളെ. തികയെന്ന് വിചാരിക്കുന്നത് ഞാൻ മതിയായിരുന്നു. നമ്മൾ ഇനിയും പോയി ഉണ്ടാക്കേണ്ടി വരും. ഫുള്ളൊന്നാക്കിയിട്ട് അല്ല ഫാസ്റ്റിലാക്കി കാണിച്ചത്. ഇവിടെ നിന്ന്
നമ്മൾ പുറത്തിറങ്ങാൻ മറന്നു. ഓക്കെ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ശവലെടുത്ത് ഇവിടുത്തെ പൊളിച്ചതാണ്. ഇവിടെ ഇത് നമുക്ക് പണി കിട്ടും ചിലപ്പോൾ. ഒരു ശവലുണ്ടാക്കണം. അയ്യോ, ക്രാഫ്റ്റിൻ്റെ ഉള്ള അവിടെയാണല്ലോ ഗൈസ്. നമ്മളെന്താ ഇവിടെ ക്ലീൻ ആക്കിയിട്ട് ഇനി സെറ്റാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 3 ഇത് പൊട്ടിക്കണം. 1 2 3 ഇങ്ങോട്ടും പൊട്ടിക്കണം. 1 2 3. എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി ഇതിങ്ങനെ സെറ്റ് ചെയ്യണം. 1 അയ്യോ മാറിപ്പോയി, എന്തും മാറിപ്പോരാല്ലേ. ഓക്കെ, അല്ല ഇവിടെ 1 അങ്ങനെ വേണം. എന്നിട്ട് ഇവിടെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇവിടെ ഇത്ര സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ അതുപോലെ തന്നെ പൊട്ടിക്കണം. 1 2. ഇവിടെയും അതുപോലെ തന്നെ സെറ്റ് ചെയ്യണം. ഇവിടെയും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട്, അല്ലല്ലോ ഇവിടെ എന്താ തകരാറ് പോലെ. ഇവിടെ ഒരു വട്ടം കൂടി അപ്പുറത്തും പൊട്ടിക്കണം. എന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഇനി മേളിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്ലാങ്ക് വെക്കണം. പ്ലാങ്ക് എടുക്കാൻ മറന്നുപോയി. പ്ലാങ്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് കാണിച്ചില്ല. പ്ലാങ്ക് എടുത്തിട്ടുണ്ട്. ഇനി പ്ലാങ്ക് കൊണ്ട് അവിടെ വെക്കാം. എന്ന് വെച്ചാൽ സ്പോൺ പ്രൂഫ് ചെയ്യണം പ്ലാങ്കിൻ്റെ കണ്ടിൽ. പക്ഷെ പ്ലാങ്ക് അല്ലല്ലോ, മാറിപ്പോയി. പേരെന്തായിരുന്നു? സ്ലാബ്. സ്ലാബ്. പ്ലാങ്ക് വെച്ചാൽ മറ്റേ അല്ലേ, സ്ലാബാണ്ട്. ഇതൊന്നും വേറെ കട്ടിൽ പാടില്ലാന്ന് തോന്നുന്നു. ആ കട്ടിലൊക്കെ ഒന്ന് പൊട്ടിച്ചതാണ്. ഓക്കെ, ഇനി അകത്തേക്കാണ്. ഇതിൻ്റെ മുകളിൽ സ്റ്റോൺ പ്രൂഫ് ചെയ്യണം. എന്നാന്ന് തോന്നുന്നു. എന്നിട്ട് ഇവിടെ ഒരു നെയിം കാർഡ്, ഇവിടെ ഒരു കാർഡ്. ഓക്കെ, അത്ര സെറ്റാണ്. ഇനി ഇവിടെ നിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ വന്നോളും. ഈ വെള്ളം ഒഴിക്കൽ പരിപാടി. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളൊരു സാധനം ഉണ്ടാക്കില്ല, മെയിൻ ഐറ്റം. പുറത്തേക്ക് ഇറങ്ങാണെങ്കിൽ പണിയാണല്ലോ. സാധാരണ ഈ സമയമാകുമ്പോഴത്തേനും അയൺ ഗോളം സ്പോൺ ആവേണ്ടതാണ്. എന്താ സ്പോൺ ആവത്തേന്നും അറിയില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോയെന്നും അറിയില്ല. ഞാൻ എന്തായാലും വേൾഡിൽ തന്നെ മുമ്പേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇതേ സാധനം തന്നെ, ഒരു മാറ്റം കൂടി ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേണ്ടത് ഫുഡ് കുറച്ച് വേണം. കുറച്ച് വുഡ് എന്തായാലും വേണം. പിന്നെ ലാവ വേണം. ലാവ ഞാൻ മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫ് ചെയ്യണം. എവിടെയോ എന്തോ തകരാറ് പോലെ. സാധാരണ ഈ സമയമാകുമ്പോഴത്തേനും വർക്കാവേണ്ടതാണ്. പക്ഷെ കയറാൻ ഇറങ്ങാനും ചൊറയാണല്ലോ. പൂച്ച സ്പോൺ ആവുന്നുണ്ട്. കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേനും അവനും അയങ്കോളം സ്പോണാവെന്ന് വിചാരിക്കുന്നു. ഈ സാധനം കുടിച്ചോളട്ടെ.
ഓക്കെ, ഇനി നമ്മൾ ഓരോ മൂലയ്ക്കും ഇങ്ങനെ ഒഴിച്ചു വേണം. ഇവിടെ ഒരു ബക്കറ്റ്. നൈറ്റ് ആയോ? ഏതോ ഒരുത്തനവിടെ ബെഡില്ല. എൻ്റെ ബെഡായിട്ട് കണക്റ്റ് ആകാൻ നിർത്തുന്നുണ്ട്. എൻ്റെ ബെഡായിട്ട് ഇപ്പോൾ ഒരുത്തൻ കണക്റ്റായി കഴിഞ്ഞ് അവിടെ നിന്ന് അത് പുറത്തേക്ക് പോയി. അവിടെ അല്ല, നമുക്ക് നിലത്താണ് വയ്ക്കേണ്ടത്. ഇവിടെ വന്ന് പുറത്തേക്ക് പോണേ. ഓക്കെ, അവിടെ വരെ കറക്റ്റാണ്. നോക്കി അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ എന്തായാലും ഉറങ്ങട്ടെ. കട്ടിൽ തികഞ്ഞില്ലേ, 20 കൂടുതലാണട്ടെ. ആദ്യം 2 4 ഇട്ട്, പിന്നെ 2 4 ഇട്ട് 18 ഇതും സെറ്റായി. ഇനിയും വെള്ളം വേണം. അയ്യോ, ഇങ്ങനെയെല്ലാം നടക്കണ്ടേ. അയ്യോ, കുഴിച്ച സ്ഥലം മാറിപ്പോയി. ഓക്കെ, ഇനി ഇപ്പുറത്തും കൂടി വെച്ചോളണം, എന്നാലും ഇതിങ്ങനെ അറ്റം വരെ എത്തുള്ളൂ. ഗൈസ്, വർക്കാവുന്നതായിരുന്നു ഗൈസ്. ഞാൻ ക്രിയേറ്റീവിൽ കയറി നോക്കിയായിരുന്നു. പിന്നെ പ്രശ്നം എന്താണെന്ന് നോക്കണം. ജമീൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയാൽ വില്ലേജേഴ്സിൻ്റെ ഹെൽത്ത് കുറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അടിയിൽ ചില സമയത്ത് വില്ലേജേഴ്സിനെ ആരോ അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ടിൻഡിലല്ല, ബ്ലോക്കിലുള്ള വയ്ക്കേണ്ട മാർക്ക്. അടുത്തുണ്ട്, ഇനി ഇപ്പുറത്ത് വയ്ക്കണം. അവിടെ നിന്ന് വെച്ചിട്ടുണ്ട്. അപ്പുറത്തും കൂടി കുറച്ചുകൂടി വയ്ക്കണം. ഇവിടെ അടയ്ക്കേണ്ടതാണ്. പിന്നെ ഇവിടെ കുറേ പൂച്ച സ്പോണാകുന്നുണ്ട്. ഇതെന്തെന്ന് കിണ്ടിയാണാവോ, എന്ത് ബഗ്ഗാണാവോ മനസ്സിലാവുന്നില്ല. ഉണ്ടോ, ഇവിടെയും കൂടി ലാസ്റ്റ് വയ്ക്കണം. ഇവിടെ അവിടെയും കൂടി വയ്ക്കുമ്പോൾ അത് ഇങ്ങേറ്റം വരെ എത്തും. ഓക്കെ, അയൺ ഗോളം സ്പോൺ ആവേണ്ട സമയം കഴിഞ്ഞു. കുറച്ചൊരു AFK കൂടി നിന്ന് നോക്കിയാൽ അറിയാം. കയറിപ്പോ ഉള്ളിലേക്ക്. ഓക്കെ, ഇവിടെ അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ നിരപ്പായ വെള്ളം? What the hell? Guys, നമ്മുടെ അയൺ ഫാം എവിടെയോ എന്തോ തകരാറുണ്ട്. എവിടെയോ എന്തോ അല്ല, നമ്മുടെ വില്ലേജ് ഫാമിൻ്റെ ഇത്ര അടുത്ത് വെക്കരുതായിരുന്നു. നമ്മൾ കുറച്ച് അടുത്തായിപ്പോയി. അപ്പം ഞായറാഴ്ചത്തെ വീഡിയോയിൽ ആ വില്ലേജ് ഫാം പൊളിച്ചിട്ട് നമ്മളിതെന്തായാലും 100% വർക്കിംഗ് ആവുന്ന നല്ലൊരു വില്ലേജ് ഫാം വില്ലേജ് അയൺ ഫാം തന്നെ ഇതങ്ങ് റീബിൽഡ് ചെയ്യും. പിന്നെ കട്ടിലും അതൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഗെയിം കരുതുന്ന അവിടെ ഒരു വില്ലേജ് ആണ്. അതുകൊണ്ടാണ് അയൺ ഗോളം സ്പോൺ ആകാത്തത്. പിന്നെ വെള്ളത്തിൻ്റെ എന്തൊക്കെ ഇഷ്യൂ, ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് നല്ലൊരു അയൺ ഫാം ഇത് തന്നെ റീബിൽഡ് ചെയ്തൊരു കിടക്കാച്ചിയാക്കി വർക്കിംഗ് ആക്കുന്ന വീഡിയോ എന്തായാലും വരുന്നതാണ്. നിങ്ങൾ ഇതോട് പോവല്ലേ. ഞാൻ എന്തായാലും ഞായറാഴ്ച ഒരു നല്ല വീഡിയോ തന്നെ ഇടുന്നതാണ്. ഈ അയൺ ഫാം വർക്കാവുന്ന ഒരു കിടക്കാച്ചി വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ വെള്ളം എന്തോ സ്റ്റില്ലായിപ്പോയി, നിന്നുപോയി. ഒഴുകുന്ന വെള്ളമായിരുന്നു വേണ്ടത്.
കണ്ടോ, അത് ഇൻഫിനിറ്റി വാട്ടറായിപ്പോയി, എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മൾ അടുത്തതിൽ നമ്മുടെ ആ വില്ലേജ് ഫാമിലെ വില്ലേജേഴ്സിനെയും കൊന്ന് വർക്ക് സ്റ്റേഷനും പൊട്ടിച്ച് ഇവിടെ അങ്ങ് സെറ്റാക്കും. അപ്പോൾ നമ്മുടെ ഈ വില്ലേജ് 100% വർക്കിംഗ് ആവും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കട്ടിക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഞായറാഴ്ച ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വരുന്നതാണ്. നന്നാക്കുന്നത് വൃത്തിയാക്കി പണിത് നമ്മൾ അയൻകോളം സ്പോണാവുന്നെല്ലാം കാണിച്ചു തരുന്നതാണ്. അപ്പം ഞായറാഴ്ച വരെ നിങ്ങളെല്ലാവരും ഒന്ന് കാത്തിരിക്കുക. ഞായറാഴ്ച എന്തായാലും വരുന്നതാണ് ഇതിൻ്റെ പുതിയ വീഡിയോ ആയിട്ട്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.